Hello everyone, welcome to this class on STEM Genius. നമ്മൾ മാത്തമാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് മാത്സിലെ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അത് വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുന്നു വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അജ്മൽ സാർ ട്രിഗ്നോമെട്രി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. പോളിനോമിയൽസ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ഇതാണ്. കേരള സിലബസിലും ഉണ്ടാവും അത്, പക്ഷേ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവരായാലും NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിൽ ഒരുപാട് ക്വസ്റ്റ്യനുകളും മാത്തമാറ്റിക്കലി റിഗറസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് NCERT ടെക്സ്റ്റ് ബുക്ക്. അൺലൈക്ക് സ്റ്റേറ്റ് സിലബസ് ടെക്സ്റ്റ് ബുക്ക്, NCERTയിൽ ഒരുപാട് പ്രോബ്ലംസും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ NCERTയിലെ രണ്ടാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പോളിനോമിയൽസ് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇഗൈൻ ഇത് ഹയർ ക്ലാസ്സുകളിലും ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന KVPY, മാത്സ് ഒളിമ്പിയാഡ് അങ്ങനത്തേനൊക്കെ ഒരുപാട് ആവശ്യമുള്ള സാധനമാണ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം എന്താണ് പോളിനോമിയൽസ്. അപ്പോൾ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ P of x is equal to A0 plus A1x plus A2x square, അങ്ങനെ പോയി AN x power n. ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് ഞാൻ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. ഒരു ടേം പോളിനോമിയൽ. ഓക്കെ, ഇതിലെ വേരിയബിൾ ആണ് എക്സ്. പോളിനോമിയൽ ആണ് എന്ത്? P of x. ഇതിലെ വേരിയബിൾ ആണ് എന്ത്? എക്സ്. വേരിയബിൾ ആണ് എക്സ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, എക്സിന്റെ പവറുകൾ ഇവിടെ എക്സിന്റെ പവർ എന്താ? A0 x പവർ 0 ആണ്. 0 എന്ന് തുടങ്ങി 1 2 3 അപ് ടു n വരെ പോകുന്നുണ്ട്. അപ്പൊ പോളിനോമിയലിലെ ഹൈയസ്റ്റ് പവർ ഓഫ് എക്സ് അതിനെയാണ് നമ്മൾ അതിനെ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഇതിലെ ടേമുകളാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കണേ. പോളിനോമിയൽ എന്താണ്, വേരിയബിൾ എന്താണ്, ഹയസ്റ്റ് പവർ ഓഫ് എക്സ്, അതാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഇവിടെ എന്താണ്? n ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ടേംസുകൾ ശ്രദ്ധിക്കണേ. പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു, വേരിയബിൾ എന്താന്ന് പറഞ്ഞു, ഹയസ്റ്റ് പവർ ഓഫ് എക്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഡിഗ്രി എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം ശ്രദ്ധിച്ചേ, കോഎഫിഷ്യന്റുകൾ. ഈ A0 A1 A2 അങ്ങനത്തെ സംഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോഎഫിഷ്യന്റുകൾ എന്ന് വിളിക്കുന്നത്. കോഎഫിഷ്യൻസ്. ഓക്കെ, ഇപ്പോൾ പോളിനോമിയലുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. ചിലവർ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്, കാരണം 9ാം ക്ലാസ്സിലുള്ള ഒരു ടോപ്പിക്കാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ P of x എടുത്തപ്പോൾ അതിലൊരൊറ്റ വേരിയബിൾ ഉള്ളൂ, സിംഗിൾ വേരിയബിൾ എക്സ് മാത്രമുള്ളൊരു വേരിയബിൾ ആണ് അതിലുള്ളത്. ഓക്കെ, സിംഗിൾ വേരിയബിൾ പോളിനോമിയൽ. സിംഗിൾ വേരിയബിൾ മാത്രമാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സിംഗിൾ വേരിയബിൾ ഉള്ള ഒരു പോളിനോമിയലാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ 4 ടേം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു കേട്ടോ. എല്ലാവരും ഇത് നോട്ട് ചെയ്യുക, എന്തൊക്കെ ടേമുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുക, നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി 1-2 എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ P of x is equal to A0 plus A1x. P0 is equal to A0 plus A1x. ഇവിടെ നോക്കിയേ, എക്സിന്റെ ഹയസ്റ്റ് പവർ 1 ആണ്. അങ്ങനത്തെ ഒരു പോളിനോമിയൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ A0 A1 ഒന്നും എഴുതേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, P of x is equal to, എങ്ങനെ എടുക്കാം? mx plus c എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. mx plus c എന്ന് എഴുതാം, അല്ലെങ്കിൽ ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ px plus q എന്നൊക്കെ എഴുതാം. ഓക്കെ, നമ്മൾ AP പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. APയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ലീനിയർ എക്സ്പ്രഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. APയിലെ nth ടേം എപ്പോഴും എന്താണ്? ആൽഫ n പ്ലസ് ബീറ്റ ഫോമിലായിരിക്കും. ഇറ്റ് ഈസ് എ ലീനിയർ എക്സ്പ്രഷൻ ഇൻ n. ഇനി ഇവിടെ P of x ഡിനോട്ട് ചെയ്യുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? എക്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്? ഇത് പല വാല്യൂസ് എടുക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാലേ ഇതാ P of x is equal to 3x plus 2. This is a linear polynomial.
ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? എക്സിന് പല വാല്യൂസ് എടുക്കുമ്പോൾ പി ഓഫ് എക്സും പല പല വാല്യൂസ് എടുക്കും. ഓക്കെ, ഇപ്പം എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പി ഓഫ് എക്സ്. അതുകൊണ്ടാണ് പി ഓഫ് എക്സ് തന്നെ എഴുതിയിരിക്കുന്നത്. പി ഓഫ് എക്സ് തന്നെ എഴുതിയിരിക്കുന്നത്. എക്സിന് പല വാല്യൂസ് എടുക്കുമ്പോൾ, അപ്പം എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 കിട്ടും. ഓക്കെ, അതുപോലെ എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 കിട്ടും. അതുപോലെ എക്സിന് ഇനി റിയൽ വാല്യൂ കൊടുക്കാം. എന്ത് റിയൽ വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. നമ്മളിപ്പോൾ 1-2 സിമ്പിൾ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേണമെന്നില്ല കേട്ടോ, ഇനി റിയൽ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇതിനെയാണ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നതും. നമ്മൾ എക്സിനൊരു നമ്പർ കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അതിനെയാണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 5 ആയല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ പി ഓഫ് 1 ആണിത്. ഓക്കെ, പി ഓഫ് 1 ആണിത്, പി ഓഫ് 1. ഇതേപോലെ ഇത് പി ഓഫ് 0 ആണിത്, ഇത് പി ഓഫ് 2 ആണ്. ഓക്കെ, അപ്പോൾ എക്സിനൊരു നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂ, അതിനെയാണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് ദാറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ടേം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോട്ട് ചെയ്ത് നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോവാം. നമ്മൾ 4 ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ. ഓക്കെ, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു കെ. ഓക്കെ, ദെൻ പി ഓഫ് കെ വാല്യൂ. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന് വിളിക്കുന്നു. വാല്യൂ ഓഫ് ദ പോളിനോമിയൽ. അഞ്ചാമത്തെ ടേം. ആദ്യത്തെ ടേം പോളിനോമിയൽ, രണ്ടാമത്തെ ടേം വേരിയബിൾ, മൂന്നാമത്തെ ടേം ഡിഗ്രി, ഇത് കോഎഫിഷ്യൻസ്, ഇതെന്താണ്? വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ. ഈ ടേമുകളൊക്കെ കൃത്യമായിട്ട് അറിയണം കേട്ടോ. അപ്പോൾ ഇനി ഈ എക്സാമ്പിളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ എക്സാമ്പിൾ നമ്മുടെ എന്താണ്? ഇത് ലീനിയർ പോളിനോമിയലാണ്. അപ്പോൾ ഡിഗ്രി എന്താണ്? 1 ആണ്. ഡിഗ്രി 1. ഓക്കെ, പി ഓഫ് എക്സ് ആണ് പോളിനോമിയൽ. കോഎഫിഷ്യന്റുകൾ ഏതൊക്കെയാണ്? കോഎഫിഷ്യന്റുകൾ 3ഉം 2 ആണ്. 3ഉം 2 ആണ് കോഎഫിഷ്യന്റുകൾ. വാല്യൂ എന്താണെന്ന് മനസ്സിലായി. എന്താണ്? എക്സിന് 1 കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1ലെ വാല്യൂ ആണ് നമ്മൾ പറയുന്നത് എന്താണ്? 5 എന്ന് പറയുന്നത്. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0ലെ വാല്യൂ ആണ് നമ്മൾ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. അങ്ങനെ. അപ്പോൾ ഇതൊരു ലീനിയർ പോളിനോമിയൽ. ഇതേപോലെ നോക്കിയേ, സേ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. അപ്പോൾ ഇത് വേറൊരു പോളിനോമിയലാണ്. ഇതിൽ നോക്കിയേ, എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്താ നോക്കിയേ. ഹയസ്റ്റ് പവർ എന്താ? 2 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോളിനോമിയൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഡിഗ്രി. ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു കേട്ടോ, ഫസ്റ്റ് ഡിഗ്രി. ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി. വേറെ പേര്, ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ, പി ഓഫ് എക്സ് ആണ് നമ്മുടെ പോളിനോമിയൽ. കോഎഫിഷ്യന്റുകൾ 1, 2, 3 ആണ്. ഡിഗ്രി എന്ന് പറയുന്ന സാധനം ഇവിടെ 2 ആണ്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് പി ഓഫ് 0 എന്താണെന്ന് കിട്ടും. പി ഓഫ് 0 എന്താ കിട്ടാൻ പോണത്? 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടി? 3. എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടാൻ പോണത്? പി ഓഫ് 1 എന്താണെന്ന് കിട്ടും? 1 കിട്ടാൻ പോണത് 1 + 2 + 3 6. ക്ലിയർ അല്ലേ? അപ്പോൾ വാല്യൂ ഇപ്പോൾ പറഞ്ഞ ടേമുകളെല്ലാം ശ്രദ്ധിക്കുക. പോളിനോമിയൽ എന്താണ്, വേരിയബിൾ എന്താണ്, ഡിഗ്രി എന്താണ്, കോഎഫിഷ്യന്റുകൾ എന്താണ്, വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്താണ്, ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ടേം ശ്രദ്ധിച്ചേ. അടുത്ത ടേം പറയുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നെ എടുക്കാം. സേ നമ്മളെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3. അപ്പോൾ നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു 0 പി ഓഫ് 0 3 ആണ്, പി ഓഫ് 1 5 ആണ്, അങ്ങനെ പല ഇത് കിട്ടും. ഇതിൽ ഒരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്തോ,
പി ഓഫ് -3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. പി ഓഫ് -3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? 2 × -3/2 + 3. 2 × -3/2 -3 ആണ്, +3 എന്ന് പറയുമ്പോൾ എന്തായി? 0 ആയി. ആഹാ, -3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആയി മാറി. ഓക്കെ, അങ്ങനത്തെ വാല്യൂ ഓഫ് എക്സിനെ വിളിക്കുന്ന പേരാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ അടുത്ത ടേം 0 ഓഫ് എ പോളിനോമിയൽ. ആറാമത്തെ ടേം എന്ന് പറഞ്ഞത് 0 ഓഫ് എ പോളിനോമിയൽ. 0 ഓഫ് എ പോളിനോമിയൽ. ടേമുകളെല്ലാം മനസ്സിലാക്കണം, പിന്നീട് നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. 0 ഓഫ് എ പോളിനോമിയൽ എന്താണ്? നമ്മളൊരു പോളിനോമിയൽ എടുത്തിട്ട് ഒരു നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ പോളിനോമിയലെ വാല്യൂ 0 കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്പർ, അപ്പോൾ ഇവിടെ 0 എന്താണ്? -3/2 ആണ്. ഓക്കെ, -3/2 ആണ്. ശ്രദ്ധിക്കണേ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ലീനിയർ പോളിനോമിയൽ ആണല്ലോ. നിങ്ങൾ ഇപ്പോൾ പി ഓഫ് എക്സിനെ ഇങ്ങനെ എഴുതിക്കൂടെ? നിങ്ങൾക്ക് 0 × x² + 2x + 3 ഇങ്ങനെ എഴുതിക്കൂടെ? എന്നിട്ട് ഈ സാധനം ക്വാഡ്രാറ്റിക് പോളിനോമിയലാണെന്ന് ക്ലെയിം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? നിങ്ങൾക്ക് ഒബ്വിയസ് ആണ്. എന്താണ്? ഹയസ്റ്റ് ഡിഗ്രി പവർ 2 ആണ്. പിന്നെ ഇവിടെ 0 കൊണ്ടുവന്നിട്ട് ഇവിടെ x² എന്ന് എഴുതാൻ പറ്റില്ല. ദാറ്റ് ഇസ് ചീറ്റിംഗ്. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്താ പറയുക, ഹയസ്റ്റ് പവർ എടുക്കുമ്പോൾ അത് നോൺ സീറോ കോഎഫിഷ്യന്റ് വരുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. 0 കോഎഫിഷ്യന്റ് എഴുതിയിട്ട് ഹയസ്റ്റ് പവർ 2 ആണ്, ഇത് ക്വാഡ്രാറ്റിക് ആണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഹയസ്റ്റ് പവർ വരുന്ന കോഎഫിഷ്യന്റ് എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഓക്കെ, ഇടയിലത്തതൊക്കെ 0 ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² + 3. ഇതിൽ x² ടേം ഉണ്ട്, പക്ഷെ x ടേം ഇല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ തുടക്കം പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം a0 + ജനറലൈസ് ചെയ്യണം കേട്ടോ. a0 + a1x + a2x² അപ് ടു anx എന്ന് എഴുതിയിട്ട് ഞാൻ പറയുന്നതാണ് എന്താണ്, n ആണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ തോന്നിയാസൊന്നും ചെയ്യരുത്. an 0 ആവുന്ന പോലെ എഴുതരുത്. an എന്താണ്? നോൺ സീറോ നമ്പറാണ്. an എപ്പോഴും എന്താണ്? നോൺ സീറോ നമ്പറാണ്. ഇടയിലുള്ള കോഎഫിഷ്യന്റുകൾ 0 വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇടയിലുള്ള കോഎഫിഷ്യന്റുകൾ 0 വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് കോഎഫിഷ്യന്റ്. ഇനി ഇപ്പൊ പറഞ്ഞത് 0 ഓഫ് എ പോളിനോമിയൽ. 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നമ്പർ x കൊടുക്കുമ്പോഴാണ് ആ പോളിനോമിയലിന്റെ വാല്യൂ 0 ആയിട്ട് മാറുക. ഇപ്പൊ നമ്മൾ കണ്ട എക്സാമ്പിൾ ഇതായിരുന്നു. നമ്മൾ കണ്ട എക്സാമ്പിൾ 2x + 3. അതിൽ x = -3/2 കൊടുക്കുമ്പോൾ ആണ് അത് എന്തായത്? 0 ആയത്. സോ -3/2 ആണ് അതിൻ്റെ ഒരു 0. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ജനറലി ഞാൻ ചോദിക്കട്ടെ, ഒരു പോളിനോമിയൽ ഇങ്ങനെ തന്നിരിക്കുക. പി ഓഫ് എക്സ് = mx + c. വാട്ട് വിൽ ബി ദ 0 ഓഫ് ദിസ് പോളിനോമിയൽ? ഒന്ന് വേഗം പറഞ്ഞ എല്ലാവരും. വാട്ട് വിൽ ബി ദ 0 ഓഫ് ദിസ് പോളിനോമിയൽ? എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞേ. വാട്ട് ഇസ് ദ 0 ഓഫ് ദിസ് പോളിനോമിയൽ? എന്താണ് ആൻസർ കിട്ടിയത്? ഇപ്പോൾ 0ന്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കും കേട്ടോ. 0 ഓഫ് എ പോളിനോമിയൽ എന്താണ്? സം നമ്പർ x = k is called the 0 of a polynomial if p of k = 0. ഓക്കെ, അപ്പോൾ p of k = 0 ആണെന്ന് നമ്മൾ കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് k കണ്ടുപിടിക്കുക. അപ്പോൾ p of k 0 കൊടുക്കുമ്പോൾ എന്താണ് കിട്ടാൻ പോണത്? mk + c = 0 and our k value is going to be -c/m. അപ്പോൾ ഈ കേസിൽ ഒരു 0 ഉള്ളൂ. -c/m കൊടുത്താലാണ് ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്താവുന്നത്? 0 ആവുന്നത്. ഒരെണ്ണത്തിൽ കൂടുതലൊക്കെ വരാം കേട്ടോ. ഒരെണ്ണത്തിൽ കൂടുതലാവണതൊക്കെ വരാം. ഒരു എക്സാമ്പിൾ പറയട്ടെ ഞാൻ. ഇത് എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. പി ഓഫ് എക്സ് =
ഞാനൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുത്തു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3. എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലുകളാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. സോറി, എക്സ് സ്ക്വയർ മാറ്റാം, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. പി ഓഫ് 1 എന്താ? പി ഓഫ് 1 മൈനസ് 3 പ്ലസ് 2. ദി ആൻസർ ഇസ് 0 എന്ന് പറഞ്ഞാൽ 1 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് 2 കൊടുക്കാൻ 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടാൻ പോണത്? 4 മൈനസ് 6 പ്ലസ് 2. അപ്പോഴും അത് 0 കിട്ടി. അപ്പോൾ 2 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്. ഞാൻ 1ഉം 2ഉം 0 വരുന്ന രീതിയിലുള്ള ഒരു പോളിനോമിയൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ കേസിൽ 2 zeros വരുന്നുണ്ട്, 1ഉം 2ഉം ആണ് വരുന്നത്. 1 കൊടുക്കുമ്പോഴും 2 കൊടുക്കുമ്പോഴും. ഓക്കെ, വേറെ നമ്പർ കൊടുക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് ഇത് 0 ആയിട്ട് വരില്ല. ഞാൻ അങ്ങനെ എടുത്ത ഒരു പോളിനോമിയൽ എടുത്തതാണ്. അപ്പോൾ 6 ടേം നമ്മൾ ഇത് വരെ കണ്ടു. പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു, പോളിനോമിയലെ വേരിയബിൾ പറഞ്ഞു, എക്സ് ആണ് വേരിയബിൾ. കോഎഫിഷ്യൻറ്റുകൾ എന്താന്ന് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്, ഡിഗ്രി എന്താന്ന് പറഞ്ഞു, പിന്നെ കോഎഫിഷ്യൻറ്റുകൾ എന്താന്ന് പറഞ്ഞു. ഇതാ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയണത്. ഹയസ്റ്റ് പവർ എന്താന്ന് പറഞ്ഞു, പിന്നെ വാല്യൂ എന്താന്ന് പറഞ്ഞു, വാല്യൂ. പിന്നെ ഇവിടെ പറഞ്ഞ എന്താണ്, സീറോ ഓഫ് എ പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ശ്രദ്ധിച്ചേ. നെക്സ്റ്റ് ഇസ് വാട്ട് വി കോൾ എ പോളിനോമിയൽ ഇക്വേഷൻ. അടുത്ത ടേം പോളിനോമിയൽ ഇക്വേഷൻ. പോളിനോമിയൽ ഇക്വേഷൻ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ ഉണ്ട്. സപ്പോസ് നമ്മുടെ കയ്യിൽ എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുത്ത് കിട്ടുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഒരു പോളിനോമിയൽ ഇക്വേഷൻ. ഓക്കെ, ഇത് ഇക്വേഷൻ അല്ല കേട്ടോ, ഇതൊരു ഇക്വേഷൻ അല്ല. ദിസ് ഇസ് എൻ എക്സ്പ്രഷൻ ഓർ ദിസ് ഇസ് എ പോളിനോമിയൽ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി എന്തായി, അതൊരു ഇക്വേഷനായി മാറി. ഫോർ എക്സാമ്പിൾ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3. ഓക്കെ, നൗ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ അതൊരു ഇക്വേഷനായി മാറി. അഥവാ 2x പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ എന്തായി, അതൊരു ഇക്വേഷനായി മാറി. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3/2. ഇതാണത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പറോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്പറുകളോ ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു നമ്പർ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ റൂട്ട്. അപ്പോൾ അടുത്ത ടേം ഏതാണ്, റൂട്ട് ഓഫ് എ പോളിനോമിയൽ ഇക്വേഷൻ. റൂട്ട് ഓഫ് എ പോളിനോമിയൽ ഇക്വേഷൻ. റൂട്ട് ഓഫ് എ പോളിനോമിയൽ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂകളാണ് അതിൻ്റെ എന്ന് വിളിക്കുന്നത് റൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 0 എന്ന് പറഞ്ഞതും റൂട്ട് എന്ന് പറഞ്ഞതും സെയിം അല്ലേ? ഓക്കെ, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നമ്മൾ പറഞ്ഞു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ നമ്മൾ എടുത്തു. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ എടുത്തിട്ട് ഈ പി ഓഫ് എക്സ് വാല്യൂ 0 ആക്കുന്ന എക്സ് വാല്യൂകളെയാണ് ആ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. ഓക്കെ, പോളിനോമിയൽ സീറോസ്. എന്നാൽ റൂട്ട്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പോളിനോമിയൽ ഇക്വേഷൻ എടുക്കുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എടുക്കുക. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂകളെയാണ് അതിൻ്റെ റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ബേസിക്കലി ഈ പോളിനോമിയലിൻ്റെ സീറോസ് തന്നെയായിരിക്കും കറസ്പോണ്ടിങ് പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ടുകൾ. ഒരു പോളിനോമിയലിൻ്റെ സീറോസ് തന്നെയാണ് കറസ്പോണ്ടിങ് പോളിനോമിയൽ ഇക്വേഷൻ്റെ. കാരണം പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ എന്താണ്, അത് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതാ പിന്നെയും പറയാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 എടുത്തു. ഓക്കെ, ഈ പോളിനോമിയലിൻ്റെ സീറോസ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടു. ഈ പോളിനോമിയൽ നമ്മൾ നേരത്തെ കണ്ടതാ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3. സോറി, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ആണ് എടുക്കേണ്ടത്. അഗൈൻ തെറ്റി ഞാൻ. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എടുത്തു. ഇതിൻ്റെ സീറോസ് നമ്മളിത് ഇവിടെ കണ്ട സാധനമാണ്. ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് അതിൻ്റെ എന്താണ് സീറോസ്.
1ഉം 2 ആണ് ഇതിന്റെ സീറോസ്. സോ ദിസ് ഈസ് എ പോളിനോമിയൽ. ഓക്കെ, അതിന്റെ സീറോസ്. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്ന അതിന്റെ കറസ്പോണ്ടിങ് പോളിനോമിയൽ ഇക്വേഷൻ അഥവാ x² - 3x + 2 = 0 ആണ് ഒരു പോളിനോമിയൽ ഇക്വേഷൻ. ഇതിന്റെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പറുകൾ. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പറുകൾ നമുക്ക് ഓൾറെഡി അറിയാം 1ഉം 2 ആയിരിക്കും. കാരണം എന്താ, ഇത് 1ഉം 2ഉം കൊടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് അതിൻ്റെ റൂട്ട്സ് എന്ന് വിളിക്കുന്നത്. റൂട്ട്സുകൾ ഏതൊക്കെയാണ്, 1ഉം 2ഉം. അപ്പോൾ ഇത് തമ്മിലുള്ള അന്തർധാര ഉണ്ട്. എന്താണ്, ഒരു പോളിനോമിയലിൻ്റെ സീറോകൾ തന്നെയാണ് ആ കറസ്പോണ്ടിങ് പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ടുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫൈൻ. അപ്പോൾ പെട്ടെന്നൊരു ചോദ്യം ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പോലെ തന്നെ കറസ്പോണ്ടിങ് പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ എന്ത് വിളിക്കും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കേട്ടോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കും. പിന്നെ ഹയർ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിക്കും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് വിളിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു ചോദ്യം ചെയ്യാം. എൻ്റെ കയ്യിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ax² + bx + c = 0. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്നറിയോ, 0 ഈസ് എ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് c? പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ. 0 ഈസ് എ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഐഡിയ? എൻ്റെ ഐഡിയ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് പോളിനോമിയൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. സപ്പോസ് p of x is equal to ax² + bx + c ഇങ്ങനത്തെ ഒരു പോളിനോമിയൽ ആണെങ്കിൽ നമുക്കറിയാം പോളിനോമിയൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുത്തതാണ് px = 0. ഇനി പറയുന്നത് 0 is a root of this equation അഥവാ p of 0 ആണ് എന്ത് വരുന്നത്, 0 വരുന്നത്. ഇപ്പോൾ 0യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. p of 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, 0. ഇവിടെ 0 ആയി. c is equal to 0 എന്ന് കിട്ടി. c വാല്യൂ ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, c വാല്യൂ ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ. ഇന്ന് ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിലേക്ക് ചിന്തിക്കാനൊരു ചോദ്യം തരാം. എൻ്റെ കയ്യിലൊരു പോളിനോമിയൽ ഉണ്ട് p of x. ഓക്കെ, x is equal to k കൊടുത്തപ്പോൾ p of k എനിക്ക് തരുന്നത് അതിൻ്റെ സം ഓഫ് കോഎഫിഷ്യൻസ് ആണ്. സം ഓഫ് കോഎഫിഷ്യൻസ് തരാൻ പോവാം. കോഎഫിഷ്യൻറ്റുകൾ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയെങ്കിൽ k വാല്യൂ എന്താ? ഓക്കെ, ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, x is equal to k കൊടുത്തപ്പോൾ p of k എനിക്ക് തരുന്നത് അതിലെ കോൺസ്റ്റന്റ് ടേം ആണ്. കോൺസ്റ്റന്റ് ടേം ആണ് തരുന്നത് എങ്കിൽ k വാല്യൂ എന്താണ്? ഇപ്പം രണ്ട് ചോദ്യമാണ്. ഇൻ ജനറൽ ഐ ഹാവ് എ പോളിനോമിയൽ p of x. ഓക്കെ, ഒരു പോളിനോമിയൽ എൻ്റെ കയ്യിലുണ്ട്. x is equal to k കൊടുക്കുമ്പോൾ p of k വരുന്നത് സം ഓഫ് കോഎഫിഷ്യൻ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ k വാല്യൂ എന്താ? രണ്ടാമത്തെ ചോദ്യം, x is equal to k കൊടുക്കുമ്പോൾ അത് p of k വാല്യൂ എനിക്ക് തരുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്. അതിലത്തെ x ഇല്ലാത്ത ടേം ആണ് തരുന്നത് എങ്കിൽ k വാല്യൂ എന്താ? ഈ രണ്ട് ചോദ്യം അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. കൃത്യം ബേസിക് ടേംസ് മനസ്സിലാക്കുക. എല്ലാവരും NCERT പുസ്തകം എടുത്തു നോക്കുക. NCERT 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2.
എടുത്ത് നോക്കുക. ഓക്കെ ദെൻ, സീ യു.